നമസ്കാരം. ഇനിയുള്ളത് ജനകീയ മണിക്കൂറിന് നേരമാണ്. വിവിധ പ്രശ്നങ്ങൾ, നാട്ടിലെ വിഷയങ്ങൾ അതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ 24ന്റെ ടീം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും റിപ്പോർട്ടുകളാക്കി അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമമാണ്. നമ്മളൊരു വാർത്താ മാധ്യമം എന്ന നിലയിൽ അത് പരമാവധി ആ വിഷയത്തിൽ ഇടപെടുകയും അതൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അത് റിപ്പോർട്ടായി ജനങ്ങൾക്ക് മുന്നിലേക്കും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്കും അധികൃതരുടെ മുന്നിലേക്കും വെക്കുമെന്ന ഉറപ്പോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ നേരിട്ട് ജനങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചറിയിക്കാം. തത്സമയം വിളിക്കാനുള്ള നമ്പർ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താം. നമ്പർ പറയാം: 048428300510 എന്ന നമ്പറിൽ ഇപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിലറിയിക്കാം. ഒപ്പം മറ്റ് വാർത്തകളും ദൃശ്യങ്ങളും നമ്മൾക്ക് അയച്ചു തരണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വാട്സാപ്പ് നമ്പറുണ്ട്. ആ നമ്പർ കൂടി പറയാം: 6235968937. ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ കൃത്യമായി അത് പരിശോധിച്ച് അത് റിപ്പോർട്ടായി നൽകേണ്ടതുണ്ട് എങ്കിൽ അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പൊതുജനം കഴുതില്ല സാർ ആദ്യം കിടക്കുന്നത്. എറണാകുളത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടത്താതെ അഭിഭാഷക കമ്മീഷൻ വീണ്ടും മടങ്ങുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. പ്രദേശത്തെ കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് കമ്മീഷൻ മടങ്ങിയത്. റാഫി കരീം അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. റാഫി, തുടർച്ചയായി വീണ്ടും അഭിഭാഷക കമ്മീഷൻ അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. പാരിയത്തുകാവിൽ നിന്നും അവിടെ വലിയ ജനകീയ പ്രതിഷേധം ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത് റാഫി? പ്രജിത്, ഇത് 12ാം വട്ടമാണ് അഭിഭാഷക കമ്മീഷൻ പാരിയത്തുകാവിലെ തർക്കഭൂമിയിൽ കഴിയുന്ന 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. എന്നാൽ ഈ വട്ടവും നാട്ടുകാരുടെ പ്രതിഷേധ ചൂടറിഞ്ഞ് അഭിഭാഷക കമ്മീഷൻ അല്പസമയം മുൻപ് മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 11 വട്ടവും അഭിഭാഷക കമ്മീഷൻ ഈ തർക്കഭൂമിയിൽ കഴിയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം CPM-ന്റെ നേതൃത്വത്തിൽ അവിടുത്തെ നാട്ടുകാരും ഈ 8 കുടുംബങ്ങളും ചേർന്ന് നടത്തിയിരുന്നു. അപ്പോൾ ഈ 11 വട്ടവും മടങ്ങിപ്പോയതുപോലെ തന്നെയാണ് ഈ വട്ടവും അഭിഭാഷക കമ്മീഷൻ ജയപാൽ മടങ്ങിപ്പോയിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ സംഭവത്തിൽ നാട്ടുകാർ അഭിഭാഷക കമ്മീഷനെതിരെ നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് തെറ്റായ തരത്തിലുള്ള സർവേ നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കോടതി ഉത്തരവ് ഈ അഭിഭാഷക കമ്മീഷൻ നേടിയെടുത്തത് എന്നാണ്. 11 വട്ടവും അഭിഭാഷക കമ്മീഷന് ഈ തർക്കഭൂമിയിലേക്ക് എത്താനോ ഒരു തരത്തിലുമുള്ള പരിശോധന നടത്താനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മുൻപ് ഭൂമിയിൽ എത്തി പരിശോധന നടത്തി എന്നുള്ള തരത്തിൽ ഒരു തെറ്റായ റിപ്പോർട്ട് ഈ അഭിഭാഷക കമ്മീഷൻ ഈ കോടതിക്ക് മുൻപിൽ നൽകിയെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ മുന്നറിയിപ്പുകളില്ലാതെയാണ് അഭിഭാഷക കമ്മീഷൻ എത്തുന്നതും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ കുടിയൊഴിപ്പിക്കലിന് തയ്യാറെടുക്കുന്നതും എന്നുള്ള ആരോപണമാണ് നാട്ടുകാർ നേരത്തെയും ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ വീണ്ടും അഭിഭാഷക കമ്മീഷനെതിരെ ഈ തർക്കഭൂമിയിലെ താമസക്കാർ നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഇത്തരം നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് അഭിഭാഷക കമ്മീഷനും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളുണ്ടായി. കനത്ത പോലീസ് കാവലിലാണ് എത്തിയതെങ്കിലും ഈ നാട്ടുകാരും ഒപ്പം തന്നെ പോലീസ് തമ്മിലുള്ള ഉന്തും തള്ളും പിന്നീട് അഭിഭാഷക കമ്മീഷന് നേർക്ക് നാട്ടുകാർ തിരിയുന്നൊരു കാഴ്ചയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കമ്മീഷനും അവിടുത്തെ നാട്ടുകാരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ഈ അഭിഭാഷക കമ്മീഷൻ നാട്ടുകാരെ വർഗീയമായി അധിക്ഷേപിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമുള്ള ആരോപണങ്ങൾ ഈ വട്ടം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അലി അക്ബറിനോട് വലിയ തെറ്റായ തരത്തിലുള്ള വർഗീയമായ തരത്തിലുള്ള പരാമർശം അഭിഭാഷക കമ്മീഷൻ നടത്തിയെന്നുള്ളൊരു ആക്ഷേപം ഇന്ന് ഈ അലി അക്ബർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്നുള്ള ഒരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും 12 വട്ടവും അഭിഭാഷക കമ്മീഷൻ ഈ തർക്കഭൂമിയിൽ നിന്ന് പാരിയത്തുകാവിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും പാരിയത്തുകാവിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അഭിഭാഷക കമ്മീഷന് വീണ്ടും അവിടെ നിന്നും മടങ്ങിപ്പോകേണ്ട
സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വാക്കേറ്റം അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. അത് ഇന്നും അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇതിപ്പോൾ കോടതി ഉത്തരവുണ്ട്, അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് അഭിഭാഷക കമ്മീഷൻ പറയുന്നു. പക്ഷേ ഒരു രീതിയിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അത് ഏത് രീതിയിലാണ് ഇനി പരിഹരിക്കാൻ കഴിയുക, അതിൽ ആരാണ് ഇടപെടുക, കോടതി ഇനി അതിലൊരു മറ്റൊരു ഇടപെടൽ നടത്തുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പരിശോധിക്കേണ്ടത്. എന്തായാലും അതൊരു ജനകീയ പ്രശ്നമാണ്. അവിടുന്ന് ആൾക്കാർക്ക് മാറിപ്പോകാൻ മറ്റിടങ്ങളില്ല എന്നവർ വിലപിക്കുന്നുണ്ട്. അത് കാണാതെ പോകാൻ കഴിയുകയുമില്ല. എന്തായാലും ഒരുപാട് പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കിടക്കും. നമുക്കെല്ലാം അറിയുന്നതുപോലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. എന്നാൽ ആ സമരത്തിന്റെ രീതി കൂടുതൽ ശക്തമാക്കാൻ പോകുന്നു എന്ന സൂചനകൾ ഇന്ന് പുറത്തു വന്നു. സമരത്തിന്റെ 50-ാം ദിവസം, അതായത് ഈ തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ പുതിയ തീരുമാനം. സമരം ചെയ്ത ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം തിരഞ്ഞു പിടിച്ച് കട്ട് ചെയ്തു എന്ന് സമരക്കാർ അതിനിടെ ആരോപിക്കുന്നുമുണ്ട്. ആശമാരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തിയെന്ന് കോൺഗ്രസ് BJP പ്രഖ്യാപനങ്ങൾ കബളിപ്പിക്കലാണെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം 47 ദിവസം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് സമരം കടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്തും. 47-ാം ദിവസം കടന്ന രാപ്പകൽ സമരത്തിനൊപ്പം നിരാഹാര സമരം 9-ാം ദിവസം കടന്നു. തിങ്കളാഴ്ച സമരം 50 ദിവസം തികയും. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്താനാണ് ആശമാരുടെ തീരുമാനം. ധാരാളം ആരോഗ്യ പ്രശ്നമുണ്ട്. എല്ലാ ആളുകൾക്കും ആരോഗ്യ പ്രശ്നമാണ് ഇത്രയും കടുത്ത വേനല്ലേ. അപ്പോൾ അതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് അവർ ആരോഗ്യ പ്രശ്നമായിട്ട് അവർ തെരുവിൽ സമരം ചെയ്ത് ഇത്രയും ദിവസമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്നും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്നും മന്ത്രി MB രാജേഷ്. സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം, ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ UDFും BJPയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. നിരാഹാര സമരം ആരംഭിച്ചതിനു ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. പ്രതികാര നടപടിയുടെ ഭാഗമായി സമരം ചെയ്യുന്നവർക്ക് മാത്രം ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയെന്ന് സമരക്കാർ ആരോപിച്ചു. ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആർക്കും ഞങ്ങളുടെ ബഹുമാന്യ നേതൃത്വം പറഞ്ഞു, ആർക്കും കഴിഞ്ഞ മാസങ്ങളിൽ ഓണറേറിയമോ ഇൻസെന്റീവോ വന്നിട്ടില്ല. ഈ അവസരത്തിൽ അവർക്ക് സാമ്പത്തിക പരാധീനത മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. സമരത്തിന് പിന്തുണയുമായി ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. കോട്ടയത്ത് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. 47 ദിവസം പാവപ്പെട്ട സ്ത്രീകൾ കിടന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ അമ്മമാരുമായിട്ടൊരു ചർച്ചയ്ക്ക് വരാത്തത് എന്നതാണ് ചോദ്യം. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം കേൾക്കാൻ പോലും സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. എന്നാൽ അത് കൂടാതെ സമരം ചെയ്തവരുടെ ഓണറേറിയം പിടിച്ചുവെക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആശാ വർക്കർമാർ അവിടെ നടത്തുന്ന സമരം അത് ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ഒട്ടും നല്ലതല്ല. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയുമാണ്. ഈ പൊരിവെയിലും പെരുമഴയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം മറികടന്നാണ് ആശാ വർക്കേഴ്സിന്റെ ഈ സമരം ഇങ്ങനെ തുടർന്നു പോകുന്നത്. ഓരോ ഘട്ടത്തിലും സമരം ശക്തമാക്കുന്നുമുണ്ട്, അതിൽ നിലപാട് കൃത്യമായി പറയുന്നുമുണ്ട് ആശമാർ. എന്തായാലും എന്താണ് ഇതിൽ കൂടുതലായി അവർക്ക് പ്രതികരിക്കാനുള്ളത് എന്നുകൂടി നോക്കാം. ചില പ്രതികരണങ്ങൾ. സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് തന്നെ. ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങൾ 18 വർഷം ജോലി എടുത്തിട്ട് ആ ആരോഗ്യവകുപ്പ് ഞങ്ങളെ കാണുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആലോചന. ഞങ്ങളുടെ സാലറിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 27-ാം തീയതി ഞങ്ങൾ 27-ാം തീയതി റിപ്പോർട്ട് കൊടുത്തിരുന്നു.
റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ 9-ാം തീയതി വരെയും വർക്ക് ചെയ്ത് മിക്ക റിപ്പോർട്ടിലും ഗർഭിണികൾ കൊടുത്തു, പുതിയ ന്യൂ പാലിയേറ്റീവ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത് ഫീൽഡ് ഇമ്മ്യൂണൈസേഷൻ വരെ കഴിഞ്ഞാണ് ഞങ്ങൾ സമരത്തിന് വന്നത്. അന്ന് വരെ ഞങ്ങൾ ചെയ്ത ജോലിയുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇൻസെൻറ്റീവും വന്നു, ഓണറിയും ഞങ്ങളുടെ പേരോ ID നമ്പറോ ഒന്നും തന്നെ ഇല്ല. ഈ 47 ദിവസമായിട്ട് ആരും വന്ന് തിരിഞ്ഞു നോക്കേ അതിനൊരു ജീവിതത്തിലേക്കാളല്ലോ ഒന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള വരുമാനമേ ഉള്ളൂ. അപ്പോഴും അവർക്ക് ഒരു മനസ്സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു നിശ്ചിത വേതനം തന്ന് നിങ്ങൾ പിരിഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇവരാരും അവരുടെ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കി പറയുന്നതാണെന്നോ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണോ തോന്നുന്നില്ല. വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആശമാർ നടത്തുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ നമ്മുടെ ഈ സമരം, നമ്മുടെ ആവശ്യങ്ങൾ അത് കാണാതെ പോകുന്നത്? ഈ സമരം എന്തുകൊണ്ട് കാണുന്നില്ല? മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാരിലാണെങ്കിൽ അതിപ്പോൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാദമുഖങ്ങൾ നിരത്തുകയാണ്. ഇതിലൊരു പ്രശ്നപരിഹാരം അതെന്തുണ്ടാകും എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഈ 50-ാം ദിവസത്തിൽ ഈ മുടിമുറിച്ചയ്ക്കുള്ള പ്രതിഷേധം അത് ഒരിക്കലും അത് നല്ലതല്ല എന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു രീതിയിൽ പ്രതിഷേധം അവർ കടുപ്പിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ ഇതിൽ ഇടപെടണം എന്ന് പൊതുസമൂഹം കരുതുന്നുമുണ്ട്. ഒരുപാട് കമന്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നുമുണ്ട്. ഇതിപ്പോൾ അബ്രഹാം തോമസ് പറയുന്നു, ഈ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ എന്തിനും ഏതിനും ഈ പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണല്ലോ, വളരെ കഷ്ടം തന്നെ എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ, ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ, അത് കാണുമ്പോൾ അത് അബ്രഹാം തോമസ് പറയുന്ന സത്യമാണെന്ന് നമുക്കും തോന്നിപ്പോകുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ ഷാഫി കൊമ്മേരി പങ്കുവെക്കുന്നതാണ്. ഈ പ്രതിഷേധിക്കാതെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഓരോ സമരങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമരം ചെയ്തിട്ട് പോലും ആശമാർക്ക് ഒരു നീതിയും കിട്ടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേർ പറയുന്നുണ്ട്. ഇതാ അലി ഹൈദർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ചേട്ടാ മ്യാൻമറിലും തായ്ലൻഡിലും വലിയ ഭൂമികുലുക്കം ഉണ്ടായത് 24 അറിഞ്ഞില്ലേ എന്ന് പറയുന്നു. അത് അറിയുകയും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ പോകാം. അവിടെ വലിയ ഭൂചലനമാണ് ഉണ്ടായത് മ്യാൻമറിലും തായ്ലൻഡിലും. രണ്ടിടത്തുമായി 100-ലധികം ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങളിലും നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനയിലും ഇന്ത്യയിലുമൊക്കെ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അവിടെ ഒന്ന് മ്യാൻമറിൽ നിന്നും ഒരു മലയാളി നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബൈജു പോലോസ് ആണ് വാട്സാപ്പ് കോൾ വഴി നമ്മോട് സംസാരിക്കാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ശ്രീ ബൈജു, അവിടെ മ്യാൻമറിൽ ഏത് ഭാഗത്താണ്, ഏത് മേഖലയാണ്? ഈ ഭൂകമ്പം ഉണ്ടായ ഇടത്തിന് അടുത്താണോ? ഇവിടെ നമ്മളെ യാങ്കൂണിലാണ് സെറ്റില്. എന്റെ പേര് ബിജു എന്നാണ്. ഇവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമായിരുന്നു ഒരു 30-40 സെക്കൻഡ്സ് ഉണ്ടായിരുന്നു. ഹ്യൂജ് എർത്ത് ആയിരുന്നു. മാസീവ്, ഭയങ്കരമായിട്ട് വൈബ്രേഷനും ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ആയിരുന്നു. പക്ഷെ കാഷ്വാലിറ്റി യാങ്കൂണിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ കുറെ ബിൽഡിങ്സുകൾ ക്രാക്ക് ആയിട്ട് മണ്ട്ലെ, നെപ്പിറ്റോ ഈ ഏരിയകളിലാണ് കൂടുതൽ കാഷ്വാലിറ്റീസും ബിൽഡിംഗ് കൊളാപ്സും ആയിരിക്കുന്നത്. ശ്രീ ബിജു, അവിടെ ഈ പറയുന്ന പോലെ മലയാളികൾ ഒത്തിരി പേരുണ്ട് എന്നറിയാം. അവരുടെയൊക്കെ സാഹചര്യം എന്താണ്? അത് അന്വേഷിക്കാൻ പറ്റിയിരുന്നോ? അവിടുത്തെ ഈ മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ പലരെയും വിളിച്ചിരുന്നു. ഇതുവരെ ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു 80ഓളം മലയാളീസ് ഉണ്ട് ഇവിടെ. മെജോറിറ്റി യാങ്കൂൺ തന്നെയാണ്, യാങ്കൂണിൽ തന്നെയാണ്. മണ്ഡലയിലും ബാക്കിയുള്ള സ്ഥലത്തായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മലയാളീസിന്റെ. ശ്രീ ബിജു പോലോസ്, അവിടുത്തെ നിലവിൽ സർക്കാർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? അവിടെ നിന്ന് മാറി താമസിക്കേണ്ട അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയുണ്ടോ? അടിയന്തരാവസ്ഥ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ? മാറി താമസിക്കാനൊന്നും ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ല. ഇപ്പോ കാഷ്വാലിറ്റി ഹോസ്പിറ്റൽസ് ഇപ്പോ മണ്ഡലയിലും ഇവിടേക്ക് ഫുള്ളാന്ന് കേട്ടിരുന്നു. പക്ഷെ യാങ്കൂണിൽ അത്ര ക്രിട്ടിക്കൽ അല്ല സിറ്റുവേഷൻസ്, ആസ് എ യൂഷ്വൽ. പക്ഷെ ചെറിയ ഇപ്പൊ കൊളാപ്സ് ആയ ബിൽഡിങ്സുകളിലും ക്രാക്ക് ആയ ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പോ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതിപ്പോൾ പ്രേക്ഷകർ കാണുന്നുമുണ്ട്. അത് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ കെട്ടിടങ്ങൾ നിലം പതിക്കുന്ന കാഴ്ച, തൊട്ടടുത്ത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിതറി ഓടുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ. 50 നിലയുള്ള ഒരു അത് ബാങ്കോക്കിലാണ്, തായ്ലൻഡിലാണ്, മ്യാൻമാറിലല്ല അത് ആ ബിൽഡിംഗ്. റോങ്ലി ഫസ്റ്റ് ആരോ ചെയ്തിരുന്നാണ്. ഒരു കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആവുന്ന ഫേസ്ബുക്കിലൊക്കെ കുറെ ഇതായിരുന്നു. നോട്ട് ഇൻ മ്യാൻമാർ, ഇത് ബാങ്കോക്കിൽ, തായ്ലൻഡിലാണ് ആ ബിൽഡിംഗ്. ശരി. മ്യാൻമാറിലെ ബിൽഡിംഗ്സ് എല്ലാം ഓരോ 5th ഫ്ലോർ 6th ഫ്ലോർ ആയിട്ടുള്ളൂ. പിന്നെ പോപ്പുലേഷൻ ഇന്റൻസിറ്റി കുറവായ കാരണം ഇവിടെ കാഷ്വാലിറ്റീസ്
കുറയാൻ സാധ്യതയുണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും വളരെ കുറവ് ബിൽഡിങ്ങുകൾ മാത്രമേ ഹൈ ഫ്ലോർ ബിൽഡിങ്സുകൾ. മണ്ഡലി നെപ്പിറ്റോ ഏരിയയിൽ മാത്രമായി അത്രയും കുറച്ച് ഹൈ ഫ്ലോർ ബിൽഡിങ്സ് ഉണ്ട്. എന്നാലും ഒരു 6 ഫ്ലോർ 8 ഫ്ലോറിന്റെ മേലെ കുറവാണ് ബിൽഡിങ്സ്. ഈ ഭൂചലനം ഉണ്ടായ ഒരു ഏരിയകളിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ എങ്ങനെയാണ്? അതിന്റെ അപ്ഡേറ്റുകൾ സർക്കാർ നൽകുന്നുണ്ടോ? നമ്മൾക്ക് ലോക്കൽ ചാനലുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ ഇന്റർനാഷണൽ ചാനലുകളോട് വർക്ക് ചെയ്യാത്ത കാരണം ഇന്റർനാഷണൽ ചാനലുകൾക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ സ്റ്റാഫും ബാക്കി ഫ്രണ്ട്സും എല്ലാം നമുക്ക് ഓരോ മണിക്കൂറിൽ നമുക്ക് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും, ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടിരിക്കും അവർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ബിജു, ഇപ്പോൾ അവിടെ എത്ര വർഷമായി ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ് പല ഏരിയകളിലും ഡ്യൂ ടു എർത്ത്. യാങ്കൂണിലും പല സ്ഥലത്തും ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ല. ഇപ്പോ വൈകിട്ടൊന്നും ഇലക്ട്രിസിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ബിജു, ഇപ്പൊ അവിടെ എത്ര വർഷമായി മ്യാൻമറിൽ? 10 വർഷമായി. നാട്ടിലേക്ക് വിളിച്ചോ? അല്ല, നാട്ടിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്ന സമയമാണെന്ന് അറിയാം. ഇത് നാട്ടിലേക്ക് വിളിക്കുന്ന ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു. ഇപ്പൊ നമ്മളെ കൂടെ തന്നെ 5 മലയാളി സ്റ്റാഫ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. വി കോൾ ഓൾ ഫാമിലീസ് ആൻഡ് പറയുന്നവരെല്ലാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്നാണല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? അറിയുന്ന എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് മലയാളി ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് അറിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അറിയുന്ന എല്ലാവരും സേഫ് ആണ്. 80-ൽ പരം മലയാളികളുണ്ട്, എല്ലാവരും സേഫാണ്. അതെന്തായാലും ആശ്വാസ വാർത്തയാണ്. എന്തായാലും സേഫ് ആയിരിക്കുക ശ്രീ ബിജു പോലീസ്. ഒപ്പം കൂടെയുള്ള മലയാളികളും സുരക്ഷിതരാണ് എന്ന് അറിയുന്നതിൽ ആശ്വാസം. ഇതുവരെ കാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചേംബർ ഓഫ് കോമേഴ്സ് വി ആർ ട്രൈങ് ടു ഗെറ്റ് സം ഡീറ്റെയിൽസ്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദ പേപ്പർ ഓഫ് ഇന്ത്യ മ്യാൻമാർ ചേംബർ ഓഫ് കോമേഴ്സ്. അവിടെ നിന്നും ഇപ്പൊ ഇതുവരെ ഇന്ത്യൻ സിറ്റിസൺസിനും ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എംബസി ഹാസ് സ്റ്റാർട്ടഡ് ഹെൽപ്പ് ലൈൻ അല്ലെ? ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വിവരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എംബസി IMCC ഇന്ത്യ മ്യാൻമാർ ചേംബർ ഓഫ് കോമേഴ്സും ദേ അലൈൻ വർക്ക് വിത്ത് ടുഗദർ. സോ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട് 6 മണിക്കൂറിനകത്ത്. യെസ്, ദാറ്റ്സ് ഫൈൻ. ബി സേഫ് ശ്രീ ബിജു പൗലോസ്. മ്യാൻമറിൽ നിന്നും ബിജു പൗലോസ് ആണ് നമുക്കിപ്പം ചേർന്നത്. അവിടെ നിലവിൽ പ്രശ്നങ്ങളില്ല, ആ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നു. മലയാളികൾ അറിയാവുന്ന ആൾക്കാരെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു എന്നാണ് ആശ്വാസ വാർത്തയാണ് ബിജു പൗലോസ് മ്യാൻമറിൽ നിന്നും പങ്കുവച്ചത്. ഇറച്ചിക്കടകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങൾ കടിച്ചു വലിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് വലയുന്ന വെള്ളാട്ടുപടി നഗർ നിവാസികളുടെ ദുരിതം 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികളുടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് അവിടുത്തെ നഗരസഭ. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നഗരസഭയുടെ ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങളും നഗരസഭ ശുചീകരണ തൊഴിലാളികൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് ആ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന് തന്നെയാണ്. ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികളുടെ രൂക്ഷമായ മാലിന്യ പ്രശ്നം 24 വാർത്തയാക്കിയിരുന്നു. അതിനു പിന്നാലെ നഗരസഭ അടിയന്തര നടപടിയെടുത്തിരിക്കുന്നു. ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികൾ ഇക്കാണുന്ന മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ജീവിച്ചിരുന്നത്. ഇറച്ചിക്കടയിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ അഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ. ഇവ കടിച്ചു പറിക്കാനെത്തുന്ന തെരുവുനായ്ക്കൾ വളർത്തുമൃഗങ്ങളായ ആടുമാടുകളെ കടിച്ചുകൊല്ലുന്ന അവസ്ഥ. സമീപത്തെ നഗരസഭാ മാർക്കറ്റ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടകളിലെ മാലിന്യങ്ങൾ ഒഴിഞ്ഞ പറമ്പിലേക്ക് തള്ളുന്നത് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. വാർത്ത വന്നതിന് പിന്നാലെ ഒറ്റപ്പാലം നഗരസഭ അടിയന്തരമായി ഇടപെട്ടു. പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ തുടങ്ങി. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് മാലിന്യങ്ങൾ വേർതിരിച്ച് പരിസരം വൃത്തിയാക്കി തുടങ്ങി. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി. ആരും ഇനി മാലിന്യം വലിച്ചെറിയരുത്. ഇനി ആര് വലിച്ചെറിഞ്ഞാലും അത് നേരിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ തക്കതായ നമ്മൾ ഫൈൻ ഈടാക്കുകയും ശക്തമായ അതിന് താക്കീത് കൊടുത്ത് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഒരു തരത്തിലും നമ്മളിപ്പോൾ മാലിന്യം വലിച്ചെറിയാൻ ഇനി സമ്മതിക്കില്ല. അതിനുള്ള ഇട വരുത്താതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. വാർത്ത റിപ്പോർട്ട് ചെയ്ത 24നോടും അധികാരികളോടും നന്ദി പറഞ്ഞ വെള്ളാട്ടുപടി നഗർ നിവാസികൾ ദിവസം മുന്നേ ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ 24 അങ്ങനെ മാധ്യമങ്ങളെ ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തു. നായ്ക്കളുടെ കുറച്ച് ശല്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇനി ഞങ്ങൾക്ക് ശരിക്കും പുറത്തിറങ്ങി നടക്കാന്നുള്ള അവസ്ഥയിലായി.
അധികാരികളുടെ ഉറപ്പ് പാഴ്വാക്കാകരുത്. നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ മാലിന്യം ആ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇടുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി വേണം, നിയന്ത്രിക്കണം. രാജു സുദേവനും സുർജിത് ഒറ്റപ്പാലത്തിനുമൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ശ്രീകുമാരൻ പറഞ്ഞതുപോലെ ഒരു വാർത്ത ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ആ വാർത്തയിൽ അധികൃതരുടെ കണ്ണ് പതിയണം, അതിലൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ്. നേരത്തെ ഷാഫി കൊമ്മേരി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ നമ്മളോട് പറഞ്ഞു, തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഈ പൊതുജനം കഴുതില്ല സാർ എന്ന പ്രോഗ്രാമിൽ വന്ന പരാതികൾ അധികാരികൾ ഇടപെട്ട് അത് സോൾവ് ആക്കിയത് കൂടി ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചുകൂടെ? ആദ്യമൊക്കെ ഉൾക്കൊള്ളിച്ചിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനൊരു മറുപടി ആയല്ലോ. എന്തായാലും അത്തരം ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ആ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ വെള്ളാട്ടുപടി നഗർ അതിലൊരു ഉദാഹരണം മാത്രമാണ്. ആ രീതിയിൽ ആ വാർത്തയിൽ അധികൃതർ ഇടപെടുന്നു, അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനിടയിൽ ഒരാൾ നൽകിയൊരു കമൻറ്റ്, അത് പറയാതെ ആ കമൻറ്റ് എനിക്ക് വായിക്കാൻ കഴിയില്ല, കാരണം അത് അത്രയും മോശം കമൻ്റാണ്. ജോസഫ് തോമസ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ആശമാരുടെ സമരത്തെക്കുറിച്ചാണ്. ആശമാരുടെ സമരത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നമുക്കെല്ലാം പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, അതൊന്നും തെറ്റാണെന്ന് പറയുന്നുമില്ല. പക്ഷേ ഈ രീതിയിൽ പ്രതികരിക്കണമെന്ന് ജോസഫ് തോമസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ കാണുക. അത്രമാത്രം ആ രീതിയിൽ ആശമാരെ അവഹേളിക്കുന്ന രീതിയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് ആ കമൻറ്റ് എന്നുള്ളതുകൊണ്ട് ആ കമൻറ്റ് വായിക്കുന്നില്ല. പക്ഷേ ആ രീതി നല്ലതാണോ എന്ന് ജോസഫ് തോമസ് ഒന്ന് ചിന്തിക്കുക. അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഈ സ്വർണ്ണത്തരികൾ അടങ്ങിയ മണ്ണ് നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ 4 അംഗ ഉത്തരേന്ത്യൻ സംഘം കൊച്ചിയിൽ പിടിയിലായി എന്നൊരു വാർത്ത വരുന്നു. ഗുജറാത്ത് സൂറത്ത് സ്വദേശികളായ സന്ദീപ് ഹസ്മുഖ്, വിപുൽ മഞ്ജി, ധർമ്മേഷ്, കൃപേഷ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1/2 കോടി രൂപയാണ് തമിഴ്നാട് സ്വദേശികളിൽ നിന്നും സംഘം തട്ടിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ സംഭവം? ഒരു പുതിയ കാര്യമാണല്ലോ ഈ സ്വർണ്ണത്തരികളടങ്ങിയ മണ്ണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് സംഘം? ഒരു പക്ഷേ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പാണ് എറണാകുളത്ത് നടന്നത്. ഒരു ജനതാ റോഡിലുള്ള എന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് താമസിച്ച് അവിടെ ഏകദേശം ഈ മണ്ണുകൾ എത്തിച്ചുകൊണ്ട് സ്വർണം തരികൾ അടങ്ങിയ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തമിഴ്നാട് സ്വദേശികളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അവർക്ക് ഒരു 5 ടണ്ണോളം മണ്ണ് വിവിധ ചാക്കുകളിലായി നിറച്ചു നൽകി. അത് ഒരു ത്രാസിൽ വെച്ച് തൂക്കുന്നു. ആ തൂക്കുന്നതിനിടയിൽ ഒരു പ്രത്യേകം ക്രമീകരിച്ച റൂമിലാണ് ഇത് തൂക്കൽ നടക്കുന്നത്. ആ തൂക്കുന്ന ടേബിളിനടിയിൽ ഒരു ദ്വാരമിട്ട് അവിടെ നിന്ന് സിറിഞ്ച് വഴി ഈ സ്വർണ്ണത്തരികൾ, ചില സ്വർണമെന്ന് തോന്നിക്കുന്ന സ്വർണ്ണത്തരികൾ ഇഞ്ചക്ട് ചെയ്ത് ഈ മണ്ണിൽ സ്വർണ്ണമുണ്ടെന്ന് ധരിപ്പിച്ചാണ് ഈ മണ്ണ് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. അങ്ങനെ വിദഗ്ധമായ ആസൂത്രണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിൽ 4 പേരാണ് അറസ്റ്റിലായത്. 1/2 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിന് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് 10 പേർക്ക് HIV കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. അതിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ രോഗബാധ മനസ്സിലായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കൂടുതൽ പേരിലേക്ക് HIV വ്യാപനം ഉണ്ടായോ എന്ന് കണ്ടെത്താൻ വേണ്ടി പരിശോധനാ ക്യാമ്പ് കൂടി നടത്താൻ തീരുമാനമായിട്ടുണ്ട്. പരിശോധനയോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ സഹകരിക്കാത്തതാണ് ആരോഗ്യവകുപ്പിനെ കുഴക്കുന്നത്. ലഹരി ഉപയോഗിച്ച് സമൂഹത്തിൽ HIV വ്യാപനം ഉണ്ടാക്കിയ ആശങ്കയാണ് ഒരു വശത്ത്. HIV തുരത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്തതാണ് മറുവശത്തെ പ്രതിസന്ധി. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രതിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാൾക്കൊപ്പം ലഹരി പങ്കിട്ട വ്യക്തികളെ കൂടി പരിശോധിച്ചു. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് HIV വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും കുത്തിവെച്ചതിലൂടെയാണ് ഇത് പകർന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കും രോഗം പകർന്നിട്ടുണ്ടോ എന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. HIV പരിശോധന നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലേക്ക് പരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ്. ഒറ്റപ്പെട്ട പരിശോധനയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ എത്തുന്നില്ല. ഈ സാഹചര്യത്തിൽ ബോധവൽക്കരണവും ക്യാമ്പും നടത്തി ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ HIV നമുക്ക് മറികടക്കാൻ കഴിയില്ല. പോലീസും ഹെൽത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24.
പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നാട്ടിലെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ പോലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്നുവരുന്ന പരിശോധനയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തതും അത്തരത്തിൽ നിരവധി കേസുകളുണ്ട് എന്നാണ്. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിനും അറുതിയില്ല എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. ഇന്നും സമാന സംഭവങ്ങളുണ്ടായി. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിന് നേരെ ലഹരി കേസ് പ്രതികളുടെ ആക്രമണമുണ്ടായി. തിരുവനന്തപുരത്ത് ലഹരി മാഫിയ സംഘം SFI പ്രവർത്തകരെ ആക്രമിച്ചെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും ഏർപ്പെടുന്നവരെ പിടികൂടാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവം. എന്നിട്ടും ഇന്ന് മാത്രമുണ്ടായത് 3 ലഹരി കേസ്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ പുറത്തുവരിക ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലായി ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത് 3 കേസുകൾ. 3 കേസുകളിലും ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരുൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരുക്ക്. തിരുവനന്തപുരം പൂജപ്പുരയിലാണ് കഞ്ചാവ് കേസ് പ്രതി SIയെ കുത്തിയത്. പൂജപ്പുര SI സുധീഷിനാണ് കുത്തേറ്റത്. കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ് 2 ദിവസം മുൻപ് പുറത്തിറങ്ങിയ പ്രതിയാണ് പട്രോളിങ്ങിനിടെ SIയെ ആക്രമിച്ചത്. ശ്രീജിത്ത് ഉണ്ണി എന്ന പ്രതി കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ടു. വയറ്റിലെ കുത്തു തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് 6 തുന്നലുകളുണ്ട്. പ്രതിക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തു. അതേസമയം എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ യുവതി പോലീസിനെ കയ്യേറ്റം ചെയ്തു. യുവതി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തു എന്നാണ് കേസ്. ജീപ്പിനുള്ളിൽ കയറിയതിനു പിന്നാലെ നേപ്പാൾ സ്വദേശിനിയായ ഗീതയും സുഹൃത്തും ജനലിലൂടെ പുറത്തേക്ക് ചാടി. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് അംഗങ്ങളെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചെന്നും പരാതിയുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. നമ്മളെ സ്വയമായിട്ടും ടാർഗറ്റ് ചെയ്തതാണോ? അനസും അബ്ദുൾ എന്ന് പറഞ്ഞ വ്യക്തികളാണ് നമ്മളെ അടിക്കാൻ നേതൃത്വം വഹിച്ചത്. അവർ രണ്ടുപേരും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശുദ്ധ ബ്ലഡ് ഡോസിനെ തുടർന്ന് അന്ന് ഇതുപോലെ അവർ പരിശുദ്ധ ചീത്ത വിളിക്കുകയും ഞാനാണെന്ന് മൊഴി പറഞ്ഞത്. അതിൻ്റെ വ്യക്തിപരിഹാരം തീർക്കാൻ വേണ്ടിയായിരിക്കണം അവരിപ്പോൾ ഇന്നലെ ഞങ്ങളെ ഉപദ്രവിച്ചത്. ലഹരി ഉപയോഗം മൂലം സംസ്ഥാനത്തെ ക്രമസമാധാന നില അപ്പാടെ തകരുന്നു. ഓരോ കുടുംബങ്ങളിലും വീഴുന്ന കണ്ണുനീരിന്റെ വിലയും ചെറുതല്ല. ഇനി ഇതിനെക്കുറിച്ചെല്ലാം എപ്പോൾ അവബോധമുണ്ടാകുമെന്നത് തന്നെയാണ് ചോദ്യം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് നോക്കാം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. പ്രതിദിന വേതനത്തിൽ 7 മുതൽ 26 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 23 രൂപയാണ് വർദ്ധിക്കുക. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം 2 മുതൽ 7% വരെയാണ് വർദ്ധിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം 7 മുതൽ 26 രൂപ വരെ കൂട്ടി. കേരളത്തിൽ 23 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം 346 രൂപയിൽ നിന്ന് 369 രൂപയാകും. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതന വർധന. 26 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഹരിയാനയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിനം 400 രൂപ ലഭിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ്, തെലങ്കാന എന്നീ 5 സംസ്ഥാനങ്ങളിൽ 7 രൂപയാണ് കൂട്ടിയത്. ഏപ്രിൽ 1 മുതൽ പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും വർദ്ധിപ്പിച്ചു. 2% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. അടുത്ത ജനുവരി 1 മുതൽ വർധന പ്രാബല്യത്തിൽ വരും. അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം. 2 സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് പ്രതിദിനം 241 രൂപ വീതമാണ് ലഭിക്കുക. പുതിയ വേതന നിരക്കനുസരിച്ച് ഹരിയാനയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിനം ഇനി മുതൽ 400 രൂപ ലഭിക്കും. പുതിയ നിരക്കുകൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. വിനീത VG, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ദ ലേസിയസ് ക്വീൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നു: വന്ന് മദ്യം ലഹരി അല്ലാതായി.
ഇനി നാളുകൾ കഴിയുമ്പോൾ കഞ്ചാവും MDMA ഒക്കെ സർക്കാർ ഭാഷയിൽ ലഹരി അല്ലാതെയാകും. ബീവറേജ് വഴി ഇനി അതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? ഇപ്പം മദ്യം ലഹരിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കൃത്യമായി നിയമപരമായ മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് മദ്യം വിൽക്കുന്നതും കേരളത്തിൽ. പക്ഷേ ഈ പറയുന്നത് പോലെ പൂർണ്ണമായ മദ്യനിരോധനം അത് സാധ്യമാണോ നമ്മുടെ നാട്ടിലെന്നതും മറ്റൊരു വലിയ ചോദ്യം കൂടിയാണ്. രവികുമാർ പറയുന്നത് പോലെ SKN ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ സമരം ചെയ്യുന്നു. തൃപ്പൂണിത്തുറയിൽ ഏരൂരിൽ നഗരസഭയുടെ പരിധിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു കച്ചവടം ആ രീതിയിൽ പൊടിപിടിക്കുന്നു എന്നൊക്കെ രവിയേട്ടൻ പറയുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എറണാകുളത്തെ സഞ്ജീവനം ആയുർവേദ ആശുപത്രി. ലഹരിക്ക് അടിമപ്പെട്ടവരെ ആയുർവേദ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ചരിത്രമുള്ള ആശുപത്രിയാണ് AVA ഗ്രൂപ്പിന് കീഴിലുള്ള സഞ്ജീവനം. പുതിയ കാലത്തെ രോഗാവസ്ഥകളെ വേരോടെ പിഴുതെറിയാൻ പ്രാപ്തമായ ആയുർവേദ ചികിത്സയാണ് എറണാകുളം പള്ളിക്കരയിലെ സഞ്ജീവനം ഹോസ്പിറ്റൽ നൽകുന്നത്. ലഹരിക്കെതിരായ SKN40 കേരള യാത്രയ്ക്ക് സഞ്ജീവനത്തിന്റെ പൂർണ്ണ പിന്തുണ. ആശുപത്രിയിൽ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി. ലഹരി എന്ന വിപത്തിന് അടിമപ്പെട്ടവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഫലപ്രാപ്തിയുള്ള ചികിത്സയാണ് സഞ്ജീവനം വാഗ്ദാനം ചെയ്യുന്നത്. 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ഒരു ഏരിയയിൽ വരുന്നത്. അത് പ്രായ ലിംഗഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആൾക്കാർ നമുക്കിവിടെ വരുന്നുണ്ട്. അതിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ രീതിയിൽ കൊടുക്കുന്നത് അവരെ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മളവിടെ ചെയ്യുന്നത്. അവരെ എങ്ങനെ ഹെൽത്തി ആയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് എന്തൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ അതിലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെന്നാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്. മേളം മെഡിമിക്സ് ബ്രാൻഡുകളുടെ നിർമ്മാതാക്കളായ AVA ഗ്രൂപ്പിന് കീഴിലാണ് സഞ്ജീവനം പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. തെറാപ്പിസ്റ്റ് ആണ് സഞ്ജീവനം ഹോസ്പിറ്റലിലെ. മഞ്ജു യോഗ ഇൻസ്ട്രക്ടർ ഹിയർ. അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും തനതായ ആയുർവേദ ചികിത്സയും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളും സഞ്ജീവനത്തിന്റെ പ്രത്യേകതയാണ്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ സ്ഥാപനത്തിന്റെയും AVA ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AV അനൂപിന്റെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയാണ് SKN40 കേരള യാത്ര സഞ്ജീവനത്തിൽ നിന്ന് യാത്ര തുടർന്നത്. 24 കൊച്ചി.